ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിക്രം ജഗനെ അപകടത്തിലാക്കാൻ വേണ്ടി നിയമവിരുദ്ധ കച്ചവടങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒന്നും കേൾക്കാത്തവനെ പോലെ മിണ്ടാതിരുന്നു. ഇന്നോ നാളെ ആക്കണ്ട, ഇപ്പൊ തന്നെ തല്ലടാ. വിക്രം തല്ലിയ നീ നേരെ ചൊവ്വ ഇവിടുന്ന് പോവില്ല. വിക്രം പ്രകാശേട്ടാ, ഇതൊന്ന് അവസാനിപ്പിക്കേ. എന്നെ തല്ലിയപ്പോ നിന്റെ കയ്യെന്താ മാങ്ങ ഉറക്കാൻ പോയോ? ഓരോ ഉപദേശമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. വിക്രമേ, എന്താടാ നീ ആരാണെന്നോ നിന്റെ ബിസിനസ് എന്താണെന്നോ ഇവനറിയില്ല. പക്ഷേ എനിക്കറിയടാ. നാർക്കോട്ടിക് ബിസിനസ് അല്ലാടാ നിനക്ക്. അത് മനസ്സിലാക്കി അച്ഛമ്മേ നീ ആദ്യം തലക്കടിച്ച് കോമ സ്റ്റേജിലാക്കി കളഞ്ഞു. പിന്നീട് അത് കണ്ട എന്റെ വർഷേ നീ തന്ത്രപൂർവം കൊന്നു. അതല്ലടാ നായെ സംഭവിച്ചത്. സത്യം മനസ്സിലാക്കാൻ ചിലപ്പോ ഇവന് സമയമെടുത്തേക്കും. പക്ഷേ അച്ചമ്മ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അച്ചമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. സംസാരശേഷി തിരിച്ചു കിട്ടി അച്ചമ്മ ആദ്യം പറഞ്ഞത് നിന്റെ കാര്യടാ. നിന്നെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന കഥകള്. നിന്റെ കൂട്ടുകാരൻ നിരഞ്ജനെ കൊന്നത് നീയടാ. എന്നിട്ട് അത് കണ്ട അച്ഛമ്മയെ നീ വകവരുത്താൻ നോക്കി. നിരഞ്ജന്റെ മൃതദേഹം കാണാൻ പറയത്തു നീ മറവ് ചെയ്തു. എന്നിട്ട് മാനിതയുടെ മുഖം മൂടി അണിഞ്ഞ് വന്നിരിക്കുക. ജഗ, ഇവനുണ്ടല്ലോ ചതിയനാ, കൊടും ചതിയൻ. നിന്നേൻ ഇവൻ ചതിക്കും. പക്ഷെ നിന്റെ അത്രയും ചതിയനല്ലടാ ചെറ്റേ. നിങ്ങൾ ഇതൊന്നും നിർത്തുന്നുണ്ടോ? നിർത്താടാ. പക്ഷേ ഇവന്റെ കൂടെയുള്ള നിന്റെ കൂട്ടുകെട്ട് നിനക്ക് ദോഷം ചെയ്യും. നോക്കിക്കോ. നീ എന്നെ അടിച്ചു അല്ലടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിന്റെ ചെവിയില് നീ നുള്ളിക്കോടാ. ജഗ, ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിന്റെ നാശത്തിന്. ഇനി ചിലച്ച കൈ കൊണ്ടല്ല തോക്കുകൊണ്ടായിരിക്കും ഞാൻ മറുപടി പറയാൻ പോകുന്നേ. ചാവാതിറങ്ങി പോടാ. കാണാടാ. കാണാടാ. കാണാം. കാണാം. സോറി ജഗ. ആണോ സതീഷേട്ടാ? സന്തോഷമായി. ഇത് കേൾക്കുമ്പോ മക്കൾക്കും ഭയങ്കര സന്തോഷമാവും. ശരി, എന്നെ വെച്ചോ. ആരെ വിളിച്ചത്? സതീഷേട്ടനാണോ? പിന്നല്ലാതെ. സ്ഥലം മാറ്റത്തിന്റെ ഓർഡറേ നാളെയോ മറ്റന്നാളോ വരും. മിക്കവാറും ഇങ്ങോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞേ. ആഹാ, ഇത് സന്തോഷമുള്ള വാർത്തയാണല്ലോ. ഓ, എന്തു സന്തോഷം. ഇവിടെ നിന്നപ്പം ഒരു സ്വസ്ഥത സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ അതും പോയി കിട്ടും. എന്തൊക്കെ ചേച്ചി പറയുന്നേ? പാവ സതീഷേട്ടൻ ആ ആള് കേറാൻ മൂലേ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയാ അതൊരു ഭാഗ്യമായിട്ട് വേണം കരുതാൻ.
പ്രകാശേട്ടനാണല്ലോ വരുന്നേ. ശരിയാ. ഇപ്പൊ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. പോയതുപോലല്ലോ മടങ്ങി വരുന്നത്. എന്തുപറ്റി പ്രകാശേട്ടാ? നിന്റെ കവിളിന് എന്തു പറ്റി? നീ എവിടെങ്കിലും വീണോ? എന്താ പ്രകാശേട്ടാ, എന്താ പറ്റിയെന്ന് പറ. എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയോ? വീണതോ ആക്സിഡന്റ് പറ്റിയതോ ഒന്നുമല്ല. പിന്നെ തല്ലിയതാ. തല്ലിയതോ? ആര്? വേണ്ടപ്പെട്ടവര് തന്നെ. ഒന്ന് തെളിച്ച് പറയടാ നീ. വന്ദനെ, മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് മടങ്ങുന്ന വഴി ചായ കുടിക്കാനായിട്ട് ഞാനൊരു കോഫി ഷോപ്പിൽ കയറിയതാ. അവിടെ വിക്രമും ജഗനും ഉണ്ടായിരുന്നു. എന്നെ അവര് കണ്ടില്ല. വിക്രം ജഗനെ അപകടത്തിലാക്കാൻ വേണ്ടി നിയമവിരുദ്ധ കച്ചവടങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒന്നും കേൾക്കാത്തവനെ പോലെ മിണ്ടാതിരുന്നു. പക്ഷേ വിക്രം ജഗനെ ജയിലിലാക്കാനുള്ള തന്ത്രങ്ങളാണ് മെനയുന്നെന്ന് കണ്ടപ്പോ ഞാൻ വിക്രമിനോട് ജഗനെ ചതിക്കരുതെന്ന് പറഞ്ഞു. വിക്രം കേട്ടില്ല. വിക്രം ക്രിമിനലാണ്. വിക്രമിനോട് കൂട്ടുകൂടരുതെന്ന് ഞാൻ ജഗനോട് പറഞ്ഞു. ഇല്ലെങ്കിൽ വന്ദന കിടന്ന പോലെ ചെയ്യാത്ത കുറ്റത്തിന് വിക്രം ജഗനെ ജയിലിലാക്കുമെന്ന് പറഞ്ഞപ്പോ വിക്രം എന്നെ തല്ലി. വിക്രം തല്ലിച്ചതച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. പക്ഷേ ജഗനും കൂടി തല്ലിയപ്പോ ഞാനാകെ തകർന്നുപോയി. മാനത്തെ കൊട്ടാ